ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പോകുന്നത്. അതായത് ബാഗ് ഉണ്ടാക്കുന്നതിൻ്റെ മെറ്റീരിയൽസും അതുപോലെ തന്നെ ബാഗിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുകയോ, പിന്നെ ബാഗ് ഉണ്ടാക്കാനുള്ള ചെയിൻ എവിടുന്നാണ് കിട്ടുന്നത്, ബീഡ്സ് എവിടുന്നാണ് കിട്ടുന്നത്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടക്കം തന്നെ ഞാൻ പറയുന്നത്, വലിയ എമൗണ്ടിൻ്റെ വലിയ റേറ്റുള്ള ബീഡ്സ് വെച്ചിട്ടൊന്നല്ല നമ്മളിപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബീഡ്സ് വെച്ചിട്ടാണ്. ഗ്ലാസ് ബീഡ്സിൽ തന്നെ പല മോഡൽ വരുന്നുണ്ട്. അതായത് റൗണ്ട് ഷേപ്പിൽ വരുന്നുണ്ട്, സ്ക്വയർ ടൈപ്പിൽ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് മോഡൽ ഗ്ലാസ് ബീഡ്സിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഒരു 1/2 കിലോനോളം വേണം. നമുക്ക് ഒരു ബാഗ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 കിലോന് ബീഡ്സ് എന്തായാലും വേണം. അത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഗ്ലാസ് ബീഡ്സ് ആണ്. അത് 8 mm അല്ലെങ്കിൽ 10 mm ആണ് നമുക്ക് മെയിനായിട്ട് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ് ബീഡ്സ് ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ ക്രിസ്റ്റൽ ബീഡ്സിലും ഉണ്ട്, നല്ല റേറ്റ് കൂടിയ ബീഡ്സുകളും ഉണ്ട്, അതുപോലെ തന്നെ റേറ്റ് കുറഞ്ഞതും ഉണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 കിലോന്, അതായത് 1/2 കിലോ ഗ്ലാസ് ബീഡ്സിൻ്റെ റേറ്റ് വരുന്നത് 400 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിൻ്റെ കിറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാഗിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ തുടക്കം ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ബാഗ് ഉണ്ടാക്കാൻ എന്തെല്ലാം ഐറ്റംസ് വേണം അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ചെയിൻ വേണം. അതായത് ബാഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് 2 ഭാഗം കൊളുത്തിയിടാൻ വേണ്ടിയിട്ടുള്ള ചെയിൻ വേണം. അപ്പോൾ അതിൻ്റെ സിൽവർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, ഗോൾഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ബാഗിൻ്റെ ഈ ഒരു സൈഡിൽ വരുമ്പോൾ ഒരു കൊളുത്തുണ്ടാവുമല്ലോ, ഒരു ഹുക്ക്, അത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ രണ്ടാമത് നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇനി വന്നു കഴിഞ്ഞാൽ അവർ വിവരം തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 എണ്ണം ഞാൻ തൽക്കാലം നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണം വാങ്ങിയിട്ടാണ് അന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഈ 2 സാധനം. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് നൂല്. ഏത് നൂലുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുക എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാ മാല കോർക്കണ ഒരു നൂലുണ്ട്. അതായത് കുറച്ചൊരു കനം കുറവും എന്നാലോ കുറച്ചൊരു കനമുള്ള ഒരു ടൈപ്പാണ് നമുക്ക് ഈ ഒരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നൂല്. അതായത് നമ്മൾ മാലൊക്കെ ഉണ്ടാക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ നൂലില്ല, അങ്ങനത്തെ വലിയാത്തൊരു ടൈപ്പ് മോഡലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വീഡിയോസിൽ കാണിച്ചു തരാം. കണ്ട, ഈ ഒരു ടൈപ്പാണ് നമ്മൾ മെയിനായിട്ട് ഇതിന്, അതായത് നല്ല കനം കുറവും അല്ല, എന്നാലോ അത്യാവശ്യം കനമുള്ള ഒരു ടൈപ്പാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സിൽ പല കളറുകളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ 1/2 കിലോന് വരുന്നത് 400 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതായത് ഗ്ലാസ് ബീഡ്സിൻ്റെ റേറ്റാണ് കേട്ടോ ഞാൻ പറയണത്. 400 രൂപയാണ് 1/2 കിലോന് വരുന്നത്. അതുപോലെ തന്നെ ചെയിന് മീറ്ററിന് 80 രൂപയാണ് വരുന്നത്. പിന്നെ മറ്റുള്ളതിൻ്റെ റേറ്റൊക്കെ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ ബാഗ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ കിറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക.